കയ്യിൽ കുറച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ എടുത്തോ, ഒരു പിസ്സ ഉണ്ടാക്കിയിട്ട് വരാം. നമുക്ക് പിസ്സയുടെ ഡോവോ അല്ലെങ്കിൽ ചപ്പാത്തി വെച്ചിട്ട് പിസ്സ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതല്ലാതെ നമുക്ക് ബ്രെഡ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ അതിലേക്ക് വേണ്ട ചിക്കനാണ് റെഡിയാക്കി എടുക്കുന്നത്. ചെറുതായിട്ട് കുഞ്ഞിതാക്കി മുറിച്ചിട്ടുള്ള ചിക്കനിലേക്ക് എല്ലില്ലാത്ത കഷ്ണങ്ങൾ, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഒറിഗാനോയൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. ഞാൻ ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി അതല്ല, വറുത്ത ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്കത് എല്ലില്ലാത്ത പീസസായിട്ട് പിച്ചി എടുത്താലും മതി. അതവിടെ റെഡിയാക്കി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് മുൻപ് ഉള്ള കുറച്ച് മയനൈസ്, അതുപോലെ കുറച്ച് സോസ്, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോയും കൂടി റെഡിയാക്കി വെക്കാം. എന്നിട്ട് അടുത്ത് തന്നെ വെച്ചിരിക്കുക. എന്നിട്ട് സിമ്മിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസ് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മയോ ഉണ്ടെങ്കിൽ മയോ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മയനൈസ് വേണം, എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിയായിട്ട് വരുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതാണ്. സിമ്പിളായിട്ട് മയനൈസ് ഉണ്ടാക്കാമല്ലോ. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ അല്ലെങ്കിൽ പിച്ചി വെച്ചിട്ടുള്ള ചിക്കൻ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചീസ് വേണം. ചീസ് കുറച്ചിങ്ങനെ ഒറ്റ സ്ലൈസ് ആണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. ബ്രെഡിലേക്ക് പാകത്തിനായിട്ട് വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ഞാനിവിടെ ചെറുതായിട്ട് മുറിച്ചാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അതും കൂടെ വെക്കുക. അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒറിഗാനോ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അടച്ച് വെക്കണം. അടച്ച് വെച്ചതിന് ശേഷം കുറച്ച് സമയം വെക്കേണ്ടു കേട്ടോ. ഒരു 2 മിനിറ്റ്സ് ഒക്കെ തന്നെ മതി, ധാരാളമാണ്. എന്നിട്ട് നമുക്കതെടുത്ത് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇങ്ങനെ ചെറിയ പീസായിട്ടോ അല്ലെങ്കിൽ ഒന്നോടെ തന്നെയോ കഴിക്കാം.